ഹലോ എനിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ മാൻഹയുടെ ചാപ്റ്റർ 80, 81 എന്നീ 2 ചാപ്റ്റേഴ്സാണ്. നേരെ കഥയിലോട്ട് കിടക്കാം. 80ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പ്രിൻസ് കർട്ടിസിനെയും അതുപോലെ പ്രിൻസസ് കാത്തലീനെയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും എറ്റിസ്റ്റിനിൽ ആ പ്രസംഗം നടക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസ് കർട്ടിസ് പ്രിൻസസ് കാത്തലീനോട് പറയുന്നുണ്ട്, കാത്ത്, നിനക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പ്രസംഗത്തിന് പോകാൻ താല്പര്യമില്ലയെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിങ്ങനെ ഒളിച്ചു പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ സൈനികരാരും ഇല്ല. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡ് പറയുന്നുണ്ട്, എല്ലാ സൈനികരും ഇപ്പോൾ ആ പ്രസംഗം നടക്കുന്ന സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ മതി. പിന്നെ നമ്മൾ ഒളിച്ചു പോകുന്നത് രാജകുമാരിയുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. പ്രിൻസസ് കാത്തലിൻ പറഞ്ഞു അവർക്ക് ആളുകളുടെ ശ്രദ്ധ നേടണ്ട എന്ന്. പ്രിൻസസ് കാത്തലിൻ ഒരു പ്രത്യേക സ്വഭാവമുള്ള കുട്ടിയാണ്. അവൾ ജനിച്ചത് ഒരു രാജകുടുംബത്തിലാണ്. പക്ഷേ അവൾക്ക് അതിനുള്ള ഒരു ജാടയില്ല. അവളൊരു സാധാരണ കുട്ടിയുടെ പോലെ ആണ് ജീവിക്കുന്നത്. അതായത് അവൾക്ക് അവളുടേതായ ഒരു വേൾഡ് ഉണ്ട്, അവളുടെ ലൈബ്രറി, അതുപോലെ അവളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അല്ലാതെ ഈ സ്റ്റേജിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഞാനാണ് പ്രിൻസസ് എങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ജാട കാണിച്ചിരിക്കാമെന്നു ഓൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പ്രിൻസസ് കാത്തലിൻ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഞാൻ നിങ്ങളുടെ ഒപ്പം വന്നു. അപ്പോൾ പ്രിൻസസ് കർട്ടിസ് പറയുന്നുണ്ട്, എൻ്റെ സഹോദരി, നീ എത്രയും കൊല്ലം ഒരു രാജകുടുംബത്തിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും കൂടി ഇല്ലായിരുന്നെങ്കിൽ നീ ഫുൾ ടൈം ആ ലൈബ്രറിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പ്രിൻസസ് കാത്തലിൻ പറയുന്നുണ്ട്, നിൻ്റെ കാമുകി വരാത്തോണ്ടല്ലേ നീ എന്നെ വിളിച്ചത്. അപ്പോൾ പ്രിൻസ് കർട്ടിസ് പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, ഗ്രാവ്ഡറിനെ എൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ വിചാരിച്ചായിരുന്നു. അവൻ്റെ പുറത്ത് കയറി പ്രസംഗത്തിന് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഗ്രാവ്ഡർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസ് കർട്ടിസിൻ്റെ പെറ്റാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, എൽസ്റ്റിയ ആക്ഷൻ ഹൗസിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ലേലം വിളി നടന്നിരുന്നു. ആ ലേലം വിളിയിൽ രാജാവ് ഒരു പെറ്റിനെ ലേലം വിളിച്ചെടുത്തിരുന്നു. ആ പെറ്റാണ് ഗ്രാവ്ഡർ. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡ് പറയുന്നുണ്ട്, പ്രിൻസ് കർട്ടിസ്, നിങ്ങളുടെ പെറ്റ് ഈ വണ്ടിയേക്കാൾ വലുതാണ്. അവയ്ക്ക് ശരിക്കും പരിശീലനം നൽകിയിട്ടില്ല. അത് വളരെ അപകടമാണ്. അപ്പോൾ കർട്ടിസ് പറയുന്നുണ്ട്, എന്നാലും അവൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലേ കാത്ത്? നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഈ സമയത്താണെങ്കിൽ നമ്മുടെ കാത്തലീൻ ആർത്തറിനെ ആ വഴി വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ അവൾ ആർത്തറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊരു കാരണമുണ്ട്, അത് നമ്മൾ വഴിയെ പറയുന്നതാണ്. അപ്പോൾ അങ്കിൾ വിൻസെൻ്റ് മനസ്സിലിരിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആർത്തറിൻ്റെ മുഖം ഞാൻ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നിട്ട് വിൻസെൻ്റ് ആർത്തറിനെ തടഞ്ഞോട് പറയുന്നുണ്ട്, എല്ലാവരും പെട്ടെന്ന് പൊക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും പരിക്കേൽക്കും. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പച്ചത്തലയും പറയുന്നുണ്ട്, എടാ നോക്കടാ, ആ വയസ്സായ മനുഷ്യൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, വളരെ മോശം. അപ്പോൾ വിൻസെൻ്റ് മൈൻഡിൽ നിൽക്കുന്നുണ്ട്, എടാ ഞാൻ നിങ്ങളൊക്കെ രക്ഷിക്കാനാണ് നോക്കുന്നത്. അങ്കിൾ വിൻസെൻ്റ്, എന്താ അമ്മേ? അല്ല, അതായത് എന്താണ് ആർത്തർ, നീ എന്നെ വിളിച്ചോ? ഒന്ന് മാറി തരുമോ? അതിനെന്താ, ഞാൻ മാറിത്തരാലോ, നീ പൊക്കോ. എടാ നിങ്ങളൊക്കെ തീർന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പച്ചത്തലയും പറയുന്നുണ്ട്, ഇവനെ ഞാൻ നോക്കിക്കൊണ്ട്. അപ്പോൾ ചുവപ്പ് മുടിയിലൊരു പെണ്ണ് പറയുന്നുണ്ട്, ഡിയർ, നിൻ്റെ പുതിയ സ്യൂട്ടിൽ അഴുക്ക് പറ്റാതെ നോക്കണേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഈസി പീസി ഡിയർ, ഇവനൊക്കെ ഞാൻ ഒറ്റ അടിക്ക് തീർത്തോണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ആവട്ടെ ലൈറ്റനിങ് സ്പീഡിൽ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ അറ്റാക്ക് ചെയ്തത് അവൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, അത്രയ്ക്കും സ്പീഡിലാണ് ആർത്തർ അറ്റാക്ക് ചെയ്തത്. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ എലീജ ആവട്ടെ ചിരിക്കുന്നുണ്ട്. അവൻ വേട്ട തുടങ്ങിയിരിക്കുന്നു, ഇനി അവനെ നിർത്താൻ ആരെക്കൊണ്ടും പറ്റില്ല. ഈ സാധനം ഞാൻ കൈ നിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തം പറയുന്നുണ്ട്, എടാ നിനക്ക് ഇത്രയ്ക്കും തീരുമോ? ഇനി ഞാൻ കാണിച്ചു തരാം ഒരു സാധാരണക്കാരനും അതുപോലെ നോബിൾ ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായി പഠിച്ച 1000 ഘട്ടമടങ്ങിയ വാൾ പ്രയോഗം. ഇത് നിനക്കൊരിക്കലും പിന്തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ആർത്തറിൻ്റെ ചുറ്റും ഓരോ മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആർത്തർ എളുപ്പത്തിൽ തന്നെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ നിനക്കെൻ്റെ ചലനങ്ങൾ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, പക്ഷേ എൻ്റെ അറ്റാക്ക് ഒരിക്കലും നിനക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർത്തർ ലെഫ്റ്റിലോട്ട് മാറിയിട്ട് അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അവൻ്റെ ബാക്കിലോട്ട് ഒരടി കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഒറ്റടിയിൽ അവൻ നിലത്ത് വീണെടുക്കുന്നുണ്ട്. ആ വടി 2 കഷ്ണാവും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഈ വടി പൊട്ടിപ്പോയല്ലോ, ഇനി എൻ്റെ കൈ കൊണ്ട് ബാക്കിയുള്ളവരെ തീർക്കാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തം പറയുന്നുണ്ട്, കൈ കൊണ്ടെങ്കിൽ കൈ കൊണ്ട് ഞാൻ നിന്നെ തീർത്തിരിക്കും. എന്നിട്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്, ജാമിയൽ,
നീ ഇത് ഓർത്ത് വെക്കണം. ഒരു ട്രിഡിയൻറ്റിൻ്റെ കൈയാണ് മനുഷ്യൻ നിർമ്മിച്ച ഏതൊരു ആയുധത്തേക്കാൾ പവർഫുള്ളായിട്ടുള്ളത്. സോ ട്രിഡിയൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹൗസാണ്. നമ്മൾ 2 ഹൗസിനെ കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിംസ്വർത്ത് ഹൗസ്, പിന്നെ അതുപോലെ വൈക്സ് ഹൗസ്. ഇപ്പം 3ാമത്തെ ഹൗസും കൂടി വന്നിട്ടുണ്ട്, ട്രിഡിയൻ്റ് ഹൗസ്. സോ ഫ്ലെയിംസ്വർത്ത് ഹൗസ് ഫയർ എലമെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുപോലെ ട്രിഡിയൻ്റ് ഹൗസിനും ഒരു പവറുണ്ട്. അതായത് അവരുടെ കൈയിൻ്റെ പവർ മനുഷ്യൻ നിർമ്മിച്ച ഏതൊരു ഉപകരണത്തേക്കാൾ പവർഫുള്ളാണ്. സോ അതാണ് അവരുടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ആർത്തർ ജാമിയലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവനിൽ നിന്ന് ഒരു പ്രത്യേക ഔറ പുറപ്പെടുന്നുണ്ട്. അവൻ എപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നോ അപ്പോൾ അവനിൽ നിന്ന് ഈ ഔറ പുറപ്പെടാറുണ്ട്, ഒരു പർപ്പിൾ നിറത്തിലുള്ള ഔറ. സോ ഇപ്പോൾ അവനെ കണ്ടാൽ ആരായാലും ഒന്ന് പേടിച്ചു പോവും. അപ്പോൾ ജാമിയൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ പോലും എനിക്ക് ഈ പ്രഷർ ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല. ഇവൻ ശരിക്കും ആരാണ്? എന്തായാലും എനിക്കിവനെ അറ്റാക്ക് ചെയ്യണം. സോ എന്നിട്ട് ജാമിയൽ നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. നമ്മുടെ ആർത്തറാവട്ടെ അവൻ്റെ മോന്തയ്ക്ക് നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട്. അപ്പം അവൻ്റെ മുഖത്തു നിന്നൊക്കെ ചോരൊലിച്ചുകൊണ്ട് അവൻ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കണ്ണുറക്കുമ്പോൾ ആർത്തർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം അവൻ എണീച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ ട്രിഡിയൻ്റ് ഫാമിലിയിലെ ഒരുത്തിനെ തൊടാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് വേറെ ആരോ വന്നിട്ട് ആ അറ്റാക്ക് തടയുന്നുണ്ട്. സോ അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രിൻസസ് കാത്തലീൻ ആയിരുന്നു. സോ എന്തുകൊണ്ടാണ് പ്രിൻസസ് കാത്തലീൻ ആർത്തറിനെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങിയതെന്നും ആർത്തറിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ആ അറ്റാക്ക് തടഞ്ഞതെന്നും അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം പിന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് എൽസ്റ്റിയ ആക്ഷൻ ഹൗസിൽ ലേലം നടന്ന ആ ദിവസമാണ് ആദ്യമായിട്ട് ഈ ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അന്നാണ് പ്രിൻസസ് കാത്തലീൻ ആദ്യമായിട്ട് ആർത്തറിനെ കാണുന്നത്. അവൾ ആർത്തറിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആർത്തറിനോട് എന്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്, അതായത് ക്രഷ് അടിച്ച്. സോ അപ്പം തൊട്ട് തന്നെ അവൾ എപ്പോഴും ആർത്തറിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം മാത്രമേ അവൾക്ക് ആർത്തറിനെ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിലവൾ അറിഞ്ഞത് അവനൊരു സാധാരണ കുട്ടി മാത്രമാണ്. അതായത് അവളുടെ അനിയനെ പോലെയും അനിയൻ്റെ ഫ്രണ്ട്സിനെ പോലെയും ഒരു സാധാരണ കുട്ടി. പക്ഷേ ആ സമയം, അതായത് നമ്മുടെ ആർത്തർ സെബാസ്റ്റ്യനെ അറ്റാക്ക് ചെയ്ത ആ സമയം അവൾ മനസ്സിലാക്കി അവൻ ഒരു സാധാരണ കുട്ടിയല്ല, അവനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന്. സോ ആ മൊമെൻറ്റിൽ വെച്ചാണ് നമ്മുടെ പ്രിൻസസ് കാത്തലീൻ ആർത്തറിനെ അവസാനമായിട്ട് കണ്ടത്. സോ പിന്നീട് ഇപ്പോഴാണ് ആർത്തറിനെ അവൾ കാണുന്നത്. അതുകൊണ്ടാണ് അവൾ ഇവിടെ ഇറങ്ങിയത്, ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് തടഞ്ഞത്. സോ ഇപ്പോൾ പ്രിൻസസ് കർട്ടീസ് പറയുന്നുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ ജാമിയൽ പറയുന്നുണ്ട്, പ്രിൻസ് കർട്ടീസ്, പ്രിൻസസ് കാത്തലീൻ, രാജകുമാരന്മാരെ, ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരുമിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ എലീജ പറയുന്നുണ്ട്, എന്ത് കള്ളമാണ് പറയുന്നത്, നിങ്ങളല്ലേ ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്. സോ അപ്പോൾ കാത്തലീന അവളുടെ മൈൻഡിൽ എത്തിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ ഡാർവിൻ എങ്ങനെ പരിക്ക് പറ്റിയെന്നും കൂടി പറയേണ്ടതുണ്ട്. സോ അപ്പോൾ കർട്ടീസ് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് സത്യമാണോ? സോ അപ്പോൾ പ്രിൻസസ് കാത്തലീൻ അവളുടെ മൈൻഡിൽ എത്തിക്കുന്നുണ്ട്, എൻ്റെ സഹോദര, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കരുത്. സോ അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, എന്തൊരു തമാശ, വാട്ട് എ ജോക്ക്. സോ അപ്പോൾ ജാമിയൽ പറയുന്നുണ്ട്, അവൻ രാജകുമാരനല്ലേ ജോക്ക് എന്ന് വിളിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഗാർഡ് പറയുന്നുണ്ട്, എടാ നീ എന്ത് ധൈര്യത്തിലാണ് രാജകുമാരനോട് ഇങ്ങനെ പെരുമാറിയത്? അപ്പം നമ്മുടെ ആർത്തർ ആ ഗാർഡിനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, മണ്ടത്തരങ്ങൾ പറയുന്നത് കേട്ടാ ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്. സോ അപ്പം ആ ഗാർഡ് ചിന്തിക്കുന്നുണ്ട്, ഇവൻ ചെറിയൊരു കുട്ടിയല്ലേ, ഇവന് ഇത്രയ്ക്കും ശക്തിയുണ്ടോ? സോ അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ക്ഷമിക്കണം, ഇവനെൻ്റെ അനിയനാണ്, സത്യത്തിൽ കള്ളം പറയുന്നത് ഇവരാണ്. അപ്പോൾ കർട്ടീസ് പറയുന്നുണ്ട്, അല്ല വിൻസെൻ്റ്, എൽസിയ, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? സോ അപ്പോൾ വിൻസെൻ്റ് പറയുന്നുണ്ട്, ഞങ്ങൾ എറ്റിസ്റ്റിനിലേക്ക് പ്രസംഗം കാണാൻ വേണ്ടി പോവായിരുന്നു. ആ സമയത്ത് ഈ പാവം കുട്ടിയെ ഇവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങളിവനെ രക്ഷിക്കാൻ നോക്കി. സോ അപ്പോൾ കർട്ടീസ് പറയുന്നുണ്ട്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്, എന്താണ് നിൻ്റെ പേര്? അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എൻ്റെ പേര് ജാമിയൽ, ഞാൻ ട്രിഡൻ്റ് ഹൗസിൻ്റെ മൂത്ത മകനാണ്. സോ അപ്പോൾ പ്രിൻസസ് കർട്ടീസ് അവൻ്റെ മൈൻഡിൽ എത്തിക്കുന്നുണ്ട്, ട്രിഡിയൻ്റ് ഹൗസോ, കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ പോവാണ്. ട്രിഡിയൻ്റ് ഹൗസ്
ഞങ്ങളുടെ കുടുംബത്തിനും അതുപോലെ സൈറസ് അക്കാദമിക്കും ധാരാളം പണം നൽകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഹൗസിത്തെ മൂത്ത മകനെ എക്സ്പെൽ ചെയ്തെന്നറിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത്? സോ അപ്പം ജാമ്യയിൽ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ രാജകുടുംബത്തിനും അതുപോലെ സൈറസ് അക്കാദമിക്കും പണം കൊടുക്കുന്നത് കൊണ്ട് രാജകുടുംബത്തിന് പോലും എന്നെ തൊടാൻ കഴിയില്ല. സോ അപ്പം കാത്ലീന പറയുന്നുണ്ട്, ജാമിയേൽ സൈറസ് അക്കാദമിക്ക് പുറത്ത് മാജിക് ഉപയോഗിച്ചത് വലിയ തെറ്റാണ്. അപ്പം കർട്ടിസ് കാത്ലീനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തായാലും ആർക്കും വലിയ പരിക്കൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കുന്നതാണ് നല്ലത്, എല്ലാവരും ഒഴിഞ്ഞു പൊക്കോളൂ. സോ അപ്പം നമ്മുടെ ആർത്തർ വിൻസെൻറ്റിനോട് പറയുന്നുണ്ട്, അങ്കിൾ വിൻസെൻറ്റ്, നിങ്ങളുടെ കയ്യിൽ 2-വേ കമ്മ്യൂണിക്കേഷൻ സ്ക്രോൾ ഉണ്ടോ? സോ 2-വേ കമ്മ്യൂണിക്കേഷൻ സ്ക്രോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്ക്രോളാണ്. സോ ആ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്തിരിക്കുന്ന ആളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ലൈക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്ന പോലെ. സോ അപ്പോൾ നമ്മുടെ വിൻസെൻറ്റ് പറയുന്നുണ്ട്, അതെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ നിനക്ക് എന്തിനാണ്? അപ്പോൾ നമ്മുടെ ആർത്തർ ആ കമ്മ്യൂണിക്കേഷൻ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് സിന്ധ്യ ഗുഡ്സ്കിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജാമ്യയിൽ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, സൈറസ് അക്കാദമിയിലെ ഡയറക്ടറെ വിളിക്കാൻ ഇവൻ എന്തൊരു മണ്ടനാണ്. അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി പറയുന്നുണ്ട്, വിൻസെൻറ്റ്, പെട്ടെന്നുള്ള വിളികൾ എനിക്കിഷ്ടമല്ല എന്ന് നിനക്കറിയുന്നതല്ലേ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഇത് അങ്കിൾ വിൻസെൻ്റ് അല്ല, ഇത് ഞാനാണ്, ആർത്തർ ലെയ്വിൻ. ആർത്തർ, ഇത് നീയാണോ? നിന്നെ കണ്ടിട്ട് കുറേ വർഷമായി, നിനക്ക് സുഖമല്ലേ? സോ ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്. കാരണം സൈറസ് അക്കാദമിയിലെ ഡയറക്ടറാണ് ആർത്തറിനോട് ഇങ്ങനെ പെരുമാറിയത്. സോ ഇവന് ഇത്രയ്ക്കും വലിയ ആളാണോ എന്നല്ലേ ഇവർ ചിന്തിക്കുന്നുണ്ട്. സോ അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു തരണം. ജാമിയൽ ട്രിഡൻറ്റിനെയും അതുപോലെ അവൻ്റെ ഫ്രണ്ട്സിനെയും സൈറസ് അക്കാദമിയിൽ നിന്ന് പിരിച്ചുവിടണം. സോ അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി പറയുന്നുണ്ട്, അല്ല നീ എന്താ പറഞ്ഞത്, ട്രിഡൻ്റ് എന്നാണോ? അങ്ങനെ വരാൻ വഴിയില്ല. അപ്പോൾ ജാമ്യയിൽ അവൻ്റെ മൈൻഡിൽ ഇരിക്കുന്നുണ്ട്, സൈറസ് അക്കാദമിക്ക് എൻ്റെ അച്ഛൻ ധാരാളം പണം നൽകുന്നുണ്ട്, അതുകൊണ്ട് സിന്ധ്യ ഗുഡ്സ്കി എന്തായാലും എന്നെ അവിടുന്ന് പുറത്താക്കില്ല. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ സൈറസ് അക്കാദമിയിൽ ചേരണോ അതോ വേണ്ടയോ, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി പറയുന്നുണ്ട്, ഓക്കെ, അവരെല്ലാവരെയും ഞാൻ സൈറസ് അക്കാദമിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. സോ ഇത് കേട്ടപ്പോൾ ജാമ്യയിലും അവൻ്റെ ഫ്രണ്ട്സും ഞെട്ടി നിൽക്കുന്നുണ്ട്. പ്രിൻസ് കർട്ടിസും അതുപോലെ പ്രിൻസസ് കാത്തലിനെയും ആകെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകുടുംബം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ സിന്ധ്യ ഗുഡ്സ്കി അനുസരിക്കത്തുള്ളൂ. ഒരു സാധാരണ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും സിന്ധ്യ ഗുഡ്സ്കി അനുസരിക്കാറില്ല. സോ ശരിക്കും ഇവൻ ആരാണ് എന്നെല്ലാം ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. സോ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വിൻസെൻറ്റും അതുപോലെ സിൽവി ആ സൈഡിൽ ഇരുന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ജാമിയലിന് അവൻ്റെ അമ്മയിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. ജാമിയൽ, സൈറസ് അക്കാദമിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, നിന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട്, ഇതിന് നീ വിശദീകരണം നൽകണം. അപ്പോൾ ജാമിയൽ നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട്. സോ ഇതേ സമയത്ത് പ്രിൻസ് കർട്ടിസ് ആർത്തറിനോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, നേരത്തെ ബിഹേവിയറിന് ഒരു പ്രിൻസസ്സായ ഞാൻ ഒരാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും കുഴപ്പമില്ല, എന്നോടും ക്ഷമിക്കണം, ഞാനും നേരത്തെ കുറച്ച് ചൂടായി പെരുമാറി, ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോയി. സോ അപ്പം കർട്ടിസ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിൻ്റെ ഭാഗത്തായിരുന്നു ശരി, അതുകൊണ്ട് നീ അങ്ങനെ പെരുമാറിയതിൽ ഒരു തെറ്റുമില്ല. പിന്നെ അവർ ട്രിഡിയൻ്റ് ഹൗസോ അല്ലെങ്കിൽ ഏത് ഹൗസോ ആയിക്കോട്ടെ, അവരെ സൈറസ് അക്കാദമിയിൽ നിന്ന് പുറത്താക്കിയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് ഞാൻ ജാതി വിവേചനം വെച്ചു പൊറപ്പിക്കില്ല. എന്തൊരു തലവേദന. ആ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഇതേ ഫീലിംഗാണ് ഉണ്ടായത്. ആർത്തർ അവനൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കുട്ടിയാണ്, പക്ഷേ അവനൊരു നല്ല കുട്ടി കൂടിയാണ്. കാത്ത്, ഞാൻ പറയുന്ന നീ കേൾക്കുന്നുണ്ടോ? സോ ഇതേ സമയത്താവട്ടെ കാത്ലീന ഇവൻ പറഞ്ഞൊന്നും കേൾക്കാതെ ആർത്തറിനോട് പറയുന്നുണ്ട്, ആർത്തർ, എന്നോടൊപ്പം ചായ കുടിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അതിനെന്താ പ്രിൻസസ് കാത്ലീൻ, അതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, എന്നാൽ പിന്നെ സ്കൂളിൽ വെച്ച് കാണാം. സോ അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ശരി പ്രിൻസസ് കാത്ലീന. സോ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ആർത്തറിനോട് അസൂയുള്ളത്, അല്ലെങ്കിൽ ഞാനും ആർത്തറും ഡിഫറൻ്റ് ആയിട്ടുള്ളത്. 3 പേരാണ് ആർത്തറിനുള്ളത്, ഇവിടെ ഒറ്റൊരാൾ പോലുമില്ല, സ്റ്റിൽ സിംഗിൾ. സോ എന്നെപ്പോലെ സിംഗിളായിട്ടുള്ളവരുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. സോ അപ്പോൾ കർട്ടിസ് പറയുന്നുണ്ട്, ഇതെൻ്റെ അനിയത്തി തന്നെയാണോ? എൻ്റെ അനിയത്തി ഇങ്ങനെയല്ല. അപ്പോൾ കാത്ലീന അവളുടെ മൈൻഡിൽ എന്തിക്കുന്നുണ്ട്, അവൻ ശരിക്കും ഡിഫറൻ്റ് ആണ്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 81ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.